കാലവർഷം ശക്തമായതോടെ ഇടുക്കി ജില്ലയിൽ വ്യാപക നാശനഷ്ടം. വിവിധ മേഖലകളിൽ മണ്ണിടിച്ചിലുമുണ്ടായി. ഗതാഗതം മണിക്കൂറുകൾ തടസ്സപ്പെട്ടു. കല്ലാർകുട്ടി, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. ഇടവിട്ട മഴയും ശക്തമായ കാറ്റും തുടർച്ചയായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ അതീവ ജാഗ്രതയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇടുക്കി ജില്ലയിൽ അതിശക്തമായ കാറ്റുമഴയുമാണ് ഉണ്ടായത്. മണ്ണിടിഞ്ഞ് മരം വീണാണ് വ്യാപക നാശനഷ്ടം. ചെറു ഡാമുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു. കല്ലാർകുട്ടി ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നു. മുതിരപ്പുഴയാർ, പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. മലങ്കര ഡാമിലെ ഷട്ടറുകൾ തുറന്നതോടെ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിൽ മൂന്നാർ, അടിമാലി, കട്ടപ്പന മേഖലകളിലാണ് വ്യാപകമായ മണ്ണിടിച്ചിലും ഗതാഗത തടസ്സവും ഉണ്ടായത്. പുന്നയാർ ആറാം കൂപ്പിൽ വീടിന് മുകളിലേക്ക് മണ്ണും കല്ലും വീണ് വീട് ഭാഗികമായി തകർന്നു. വീട്ടിലുണ്ടായിരുന്നവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഗ്യാപ്പ് റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. നിലവിൽ മണ്ണു നീക്കി ഗ്യാപ്പ് റോഡിലൂടെയുള്ള ഗതാഗതം ഭാഗികമായി പുനരാരംഭിച്ചിട്ടുണ്ട്. മാട്ടുപ്പെട്ടി റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സമുണ്ടായി. രാജാക്കാട്, മയിലാടുംപാറ മേഖലയിൽ വൈദ്യുതി വിതരണം താറുമാറായി. കൊച്ചി തിണ്ടുകൾ ദേശീയപാതയിൽ മത്തായിക്കൊക്ക ഭാഗത്ത് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. വലിയ വാഹനങ്ങൾ വഴി തിരിച്ചുവിട്ടു. കല്ലാർപ്പുഴ കരകവിഞ്ഞൊഴുകി. കല്ലാർപ്പുഴയുടെ തീരത്തും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നാരകക്കാനം ഡബിൾ കട്ടിങ്ങിൽ വലിയ പാറകൾ റോഡിലേക്ക് നിലം പൊത്തി. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ അയ്യപ്പൻ കോവിൽ ആലാടിയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. ഈ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. ഇടുക്കി, മുല്ലപ്പെരിയാർ ഡാമുകളിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കാനും അടിയന്തര സാഹചര്യമുണ്ടായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ക്രമീകരിക്കാനും നിർദ്ദേശമുണ്ട്. അതേസമയം ജില്ലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചത്. വരും മണിക്കൂറുകളിൽ ജില്ലയിൽ മഴ കനക്കാനാണ് സാധ്യത. കനത്ത ജാഗ്രത തുടരണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നു. ജനം, ഇടുക്കി.